ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മനോഹരമായ രസകരമായ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് ഒന്നുമല്ല, സർ ഈ സമയത്താണോ സാറ് കഥയായിട്ട് വരുന്നത്? ഈ സമയത്താണോ ഞങ്ങൾ കഥ കേൾക്കേണ്ടത്? എനിക്കറിയാടാ മക്കളെ, നിങ്ങൾ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ബഹുദൂരമുള്ള പ്രിപ്പറേഷനിലായിരിക്കും. എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, നോട്ടുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുമായിരിക്കും. പക്ഷേ ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ഈ കഥ തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കഥയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഈ കഥ പറയുന്നത്. ഈ കഥ തുടങ്ങുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്. ഒരുപക്ഷെ ഞാൻ എൻ്റെ അധ്യാപകനോടും എൻ്റെ വിദ്യാർത്ഥികൾ എന്നോടും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ആകാംക്ഷയുടെ ആ ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാടാ ഈ ചോദ്യം, നിങ്ങളും ചോദിക്കുന്ന ചോദ്യമാണ്. ചോദ്യം ഇതാണ്: എന്തിനാണ് സർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? രാവും പകലും ഇല്ലാതെ, ഭക്ഷണം കഴിക്കാതെ, ചിലപ്പോൾ ഒരു പക്ഷെ പ്രോപ്പറായിട്ട് കുളിക്കാൻ കൂടി സമയം കിട്ടാതെ ഞങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞങ്ങൾ ട്യൂഷന് പോകുന്നുണ്ട്, പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട്, ലൈവ് ക്ലാസ് കാണുന്നുണ്ട്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സർ? ഈ ചോദ്യം ഞാൻ എൻ്റെ അധ്യാപകനോട് ചോദിച്ചപ്പം സാർ എനിക്ക് വേണ്ടി പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. ഒരുപക്ഷെ ആ ക്ലാസ് മുറിയിൽ ഞങ്ങൾ എല്ലാ കുട്ടികളെയും അക്ഷമരായി ആ കഥ ഇങ്ങനെ കേട്ടിരുന്നു. ഇപ്പൊ നിങ്ങളും ആഗ്രഹിക്കുന്നില്ല ആ കഥ എന്താണെന്നൊന്ന് കേൾക്കാൻ? മക്കളെ, ഈ കഥ കേട്ടു നോക്കൂ. സാർ ഇങ്ങനെയാണ് തുടങ്ങിയത്: മോനെ, നീ പഠിച്ച് വലിയൊരു സിവിൽ എഞ്ചിനീയർ ആയി എന്ന് വിചാരിക്കുക. സിവിൽ എഞ്ചിനീയറിന്റെ പണി എന്താണെന്ന് സാറ് പറയേണ്ട ആവശ്യമില്ലല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം. തിങ്കൾ മുതൽ ശനി വരെ ഒരു കമ്പനിക്ക് കീഴിലോ അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനത്തിലോ പണിയെടുക്കുന്ന കുട്ടിയാണ് നീ എന്ന് വിചാരിക്കുക. നിനക്ക് ആകെ ഒഴിവുള്ളൊരു ദിവസം ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച രാവിലെ നീ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു പ്രായമായ നിന്റെ നാട്ടിലുള്ളൊരു മനുഷ്യൻ നിന്റെ അടുത്ത് വരും. ആ മനുഷ്യൻ എന്നിട്ട് മോനോട് ചോദിക്കും: മോനെ, നമ്മുടെ നാട്ടിലെ കുറേ കുട്ടികൾ കൂടിയിട്ട് ഈ അച്ഛന് ഒരു മനോഹരമായ വീട് ഉണ്ടാക്കി തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അറിയാലോ, ഈ വീടിനൊരു പ്ലാന് വേണം. മോൻ എനിക്കൊരു പ്ലാൻ വരച്ചു തരില്ലേ എന്ന്. തീർച്ചയായും നിങ്ങൾ അപ്പം പറയണം, വരച്ചു തരാലോ എന്ന് പറഞ്ഞ് ആ അച്ഛന്റെ കൈയും കൂട്ടി ആകെ ഒഴിവുള്ള ഞായറാഴ്ച ആ ദിവസം നിങ്ങൾ അദ്ദേഹത്തെയും കൂട്ടി ആ വീടിന്റെ പ്ലോട്ടിലേക്ക് പോകണം. അതിന്റെ പ്ലോട്ടൊക്കെ അളന്നതിന് ശേഷം അദ്ദേഹത്തോട് പറയാ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അച്ഛൻ വന്നോളൂ, അപ്പോഴേക്ക് ഞാൻ വീടിന്റെ പ്ലാൻ വരയ്ക്കാന്ന്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു നല്ല എഞ്ചിനീയർക്ക് തീർച്ചയായും ഒരു ദിവസം കൊണ്ട് വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ സാധിക്കും. വൈകുന്നേരം ഒരു 5 മണി ആകുമ്പോഴേക്കും ഈ മനുഷ്യൻ നിന്റെ വീടിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് അദ്ദേഹം സ്വരുക്കൂട്ടി വെച്ച 10 രൂപയും 50 രൂപയും 100 രൂപ എല്ലാം കൂടി ചേർത്ത് ഒരു 500 രൂപയുമായിട്ടായിരിക്കും ആ മനുഷ്യൻ മോനെ കാണാൻ വേണ്ടി വരുന്നത്. ആ സമയത്ത് അദ്ദേഹം മോനോട് പറയും: മോന്റെ ഫീസ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷെ ഇതൊരു 500 രൂപയുണ്ട് ഈ അച്ഛന്റെ ഒരു സന്തോഷത്തിനെന്ന്. തീർച്ചയായും 500 വെച്ച് നീട്ടുന്ന സമയത്ത് എല്ലാ സ്നേഹത്തോടും കൂടിയായിരിക്കും നിങ്ങൾക്ക് അദ്ദേഹം അത് തരുന്നത്. അപ്പൊ നിങ്ങൾ പറയണം, തീർച്ചയായും എനിക്ക് 500 രൂപ വേണ്ട, ഇതാണ് അച്ഛന്റെ കൊച്ചു കൊട്ടാരത്തിന്റെ ഞാൻ വരച്ച പ്ലാൻ. എന്നിട്ട് ആ കൈകളിലേക്ക് നിങ്ങൾ ഒരു കാര്യം വെച്ചു കൊടുക്കണം: ഇതാ 10,000 രൂപയുണ്ട്, ഈ വീടിന്റെ ആദ്യത്തെ തറക്കുള്ള കല്ലിന്റെ പൈസ എന്റെ കൈകൊണ്ടാവട്ടെ എന്ന്. അതിനുശേഷം ഞങ്ങളുടെ സാറ് വളരെ മനോഹരമായി പറഞ്ഞു വെച്ച 2 പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: അത്രയും മനുഷ്യരുള്ള, അത്രയും യുവാക്കളുള്ള ആ നാട്ടിൽ നിന്റെ വീട്ടിൽ തന്നെ ഞായറാഴ്ച രാവിലെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ മോനെ? കാരണം നീ ഒരു എഞ്ചിനീയർ ആയതുകൊണ്ടാണ്. നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമില്ലേ, എന്തിനാ നിങ്ങൾ പഠിക്കണമെന്ന്? നിങ്ങൾ അറിവ് നേടുന്ന സമയത്ത് പഠിച്ച് നിങ്ങളുടെ അറിവ് മറ്റൊരു മനുഷ്യന് ഉപകരിക്കും എന്നത് തീർച്ചയാണ്. രണ്ടാമത്തെ പോയിന്റ് അതിലും മനോഹരമാണ്: നീ നിന്റെ കൈ കൊണ്ട് ഒരു 10,000 രൂപ ആ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ വെച്ചു കൊടുത്തില്ലേടാ? എന്നിട്ട് സാറ് പറഞ്ഞു, വിദ്യാഭ്യാസവും അറിവൊക്കെ നേടിയിട്ട് നിങ്ങൾ നേടേണ്ടത് എന്താണെന്നറിയോ? നല്ലൊരു മനുഷ്യത്വമുള്ള മനുഷ്യനാവുക എന്നുള്ളതാണ്. അല്ലാതെ അറിവ് മാത്രം നേടിയത് കൊണ്ട് വിദ്യാഭ്യാസത്തിന് ഒരു കാര്യമില്ല. മക്കളെ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തിനാ സാർ കഷ്ടപ്പെട്ട് പഠിക്കണമെന്നല്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ടൊരു ഡോക്ടർ ആകുമ്പോൾ പാവപ്പെട്ട കുറേ മനുഷ്യരുടെ രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമായി നിങ്ങൾ മാറും. നിങ്ങളൊരു നേഴ്സ് ആകുന്ന സമയത്ത് കുറേ മരണത്തിന്റെ അവസാന ശ്വാസം ICUവിൽ ഇങ്ങനെ എടുത്ത മനുഷ്യൻ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് സ്വന്തം മക്കളെ പോലെ കണ്ട് ഒരു നേഴ്സായ നിങ്ങളെ കൈകൊണ്ട് വെച്ചു കൊടുക്കുന്ന വെള്ളമില്ലേടാ, അത് കിട്ടുന്ന സമയത്ത് ആ മനുഷ്യന്റെ ഹൃദയം മരണത്തിൽ ഇങ്ങനെ തുടിക്കുമ്പോൾ അയാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്
ആ പ്രാർത്ഥനയാണ് നിങ്ങളെ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങളൊരു അധ്യാപകനാകുന്ന സമയത്ത് അറിവ് പകർന്നു കൊടുത്ത കുട്ടികൾ റോഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ സാറിന് സുഖമാണോ, സാറ് സുഖമായി ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യമില്ലേ, അതാണ് ഒരു അധ്യാപകനെ ജീവിപ്പിക്കുന്നത്. നല്ലൊരു മനുഷ്യനായി മാറാൻ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ പാവപ്പെട്ട വീട്ടിൽ ജനിച്ച കുട്ടിയായിരിക്കും, സാമ്പത്തികം ഉണ്ടാവില്ല, പട്ടിണി കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും പ്രശ്നമല്ല. ഒരു ദിവസം ഈ കഷ്ടപ്പാടുകളെല്ലാം മാറി സന്തോഷമുള്ളൊരു സമയം വരും. പക്ഷെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന നമ്മൾക്ക് വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒറ്റൊരു എനർജി മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. അറിവിന് വേണ്ടി കഷ്ടപ്പെടുക, ത്യാഗം ചെയ്യാതെ സക്സസ് നേടിയ ഏത് മനുഷ്യനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? സാക്രിഫൈസ് എന്ന് പറയുന്നത് സക്സസിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ത്യാഗം ചെയ്തോളൂ. ഭക്ഷണം കൃത്യമായി കഴിക്കാൻ പറ്റണില്ലെങ്കിൽ പേടിക്കണ്ട, ഉറക്കമില്ലാത്തതിൽ പേടിക്കണ്ട. ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. ഒരു നാൾ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ മനോഹരമായൊരു കാലം കാത്തിരിക്കുന്നു. അന്നൊരു വിദ്യാഭ്യാസമുള്ള, അറിവുള്ള മനുഷ്യനാകുന്നതിനോടൊപ്പം മനുഷ്യത്വമുള്ള മനുഷ്യനായി ഈ നാടിന് നിങ്ങൾ ഉപകരിക്കട്ടെ. താങ്ക് യു.